യെസ് ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ 2025 ലാസ്റ്റ് 2026 ഫസ്റ്റോട് കൂടി ഒരുപാട് നോട്ടിഫിക്കേഷൻസ് PSC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ബേസ് ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ കുറച്ചധികം കഷ്ടപ്പാടുണ്ട് ഈ വർഷം. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം നമ്മൾ സേഫ് സോണിൽ എത്തുന്നു എന്നുള്ള കാര്യം ചിന്തിച്ചാൽ തന്നെ നമുക്ക് പകുതി നെഗറ്റീവ് മൈൻഡ് കുറഞ്ഞു കിട്ടും. സോ അങ്ങനെ ചിന്തിക്കുക. ഏതൊരു കാര്യമായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചധികം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ഇപ്പം പഠിക്കാൻ മനസ്സനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, ആ ഒരു കാര്യങ്ങൾക്ക് വരുമ്പം നമ്മൾ ഈ ഒരു വർഷം സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ 2027 ഒരു ജോലി കിട്ടും എന്ന് വിചാരിച്ച് നോക്കിയേ. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് അവിടെ വരികയും സോ നമ്മുടെ മൈൻഡ് നോർമലി ഫ്രഷ് ആവുകയും ചെയ്യും. സോ അങ്ങനെയാണ് ഞാൻ ഓരോ ദിവസവും പഠിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ 2027 എനിക്ക് നല്ലൊരു വർഷം ആകണമെങ്കിൽ 2026 കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ചില സന്തോഷങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും, ചില ദുഃഖങ്ങളെയൊക്കെ നമ്മൾ പിടിച്ചു കെട്ടേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ തന്നെ നമ്മൾ ഒരുവിധം ഈ ഒരു PSC പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു എന്നാണ്. ഡെയിലി രാവിലെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ PSC പഠനം ആരംഭിച്ചപ്പം മുതൽ കുറച്ചധികം സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൃത്യമായ പഠനരീതി ഇല്ലായിരുന്നു. ബട്ട് എങ്കിൽ ഞാനിപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, VFA, അതുപോലെ കമ്പനി ബോർഡ്, LGS ഈ എക്സാമിനെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് വളരെ ഓരോ ടോപ്പിക്കും ഞാൻ വളരെ ഡീപ്പായിട്ടാണ് പഠിക്കുന്നത്. ഓരോ ടോപ്പിക്കിനും നല്ല 1-2 ദിവസം ടൈം എടുത്ത് നല്ല ഡീപ്പായിട്ടാണ് കാര്യങ്ങൾ പഠിച്ചു പോകുന്നത്. കാരണം ഇനിയിപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നാലും കിട്ടണം, VFA എക്സാം എഴുതിയാലും കിട്ടണം, അതുപോലെ കമ്പനി ബോർഡ് LGS എക്സാം എഴുതിയാലും കിട്ടണം. ആ ഒരു രീതിക്കാണ് ഞാൻ എൻ്റെ പഠനം കൊണ്ടുപോകുന്നത്. സോ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് നോക്കേണ്ട കാര്യം. നിങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ ഇപ്പോൾ 1-2 ദിവസം എടുക്കുന്നതിനല്ല കാര്യം. പഠിക്കുന്ന കാര്യം കോൺഫിഡൻറ്റോട് കൂടി പഠിക്കുവാനും കൃത്യമായ റിവിഷൻ ചെയ്യുവാനും. പഠിക്കുന്ന ടോപ്പിക്ക് ഇപ്പോൾ വലുതാണ്, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോട്ട് വരുന്നതെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മുന്നിൽ LGS എക്സാം മാത്രമല്ല ഉള്ളത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നതും അതുപോലെ VFA എന്ന് പറയുന്നത് സെപ്പറേറ്റ് പോസ്റ്റുകളിൽ ഒരുപാട് എക്സാം ഉണ്ട്. അപ്പോൾ കമ്പനി ബോർഡ് LGSൽ നിന്നും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു എക്സാമിനത്തേക്ക്. അപ്പം നിങ്ങൾ വെറും LGS മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് കീപ്പ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നു എന്നുള്ളവരെ സോ ഓരോ സബ്ജക്റ്റും നല്ല ഡീപ്പായിട്ട് പഠിച്ചു പോയാൽ തന്നെയും ഈ 2-3 എക്സാം നമുക്ക് ഒരേ സമയം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു അവസരം കൂടിയാണ് 2026 എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പഠിക്കുന്ന ഒരു ഇതിൽ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കെമിസ്ട്രിയിലൊരു ടോപ്പിക് എടുത്ത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുത്തെങ്കിൽ അതിൽ നമ്മൾ ആറ്റത്തെക്കുറിച്ച് പഠിക്കും, ചിലർ ആറ്റത്തിൻ്റെ ഘടന പഠിക്കും, ഓരോന്ന് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഒക്കെ കണ്ടുപിടിച്ചതാരെന്ന് പഠിക്കും. അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. സോ എനിക്ക് തോന്നുന്നു LGS ബേസ് ചെയ്ത് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ നമ്മൾ ഒരു ടോപ്പിക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏതൊരു PSC എക്സാമിനും ക്വസ്റ്റ്യൻ വരത്തക്ക രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1-2 ബെനിഫിറ്റും കൂടെ ആ എക്സാമിന് കിട്ടും. ഇപ്പം LGS എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാളിൽ കയറുമ്പോൾ കുറച്ച് ഡീപ്പിലായിട്ട് ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. മിക്കവാറും ഒന്ന് നമ്മളെ വട്ടം ചുറ്റിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ ചോദിക്കുന്ന ആ ഒരു ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസുണ്ട്. ആ സമയത്ത് നമുക്ക് ഇപ്പം പഠിക്കുന്നത് യൂസ്ഫുൾ ആകുമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ആറ്റത്തിൻ്റെ ഘടനയും പഠിക്കുമ്പോൾ എന്താണ് ആറ്റം എന്ന് പഠിക്കണം. അപ്പം അതിനെ ബേസ് ചെയ്തൊരു കാര്യമാണ് തന്മാത്ര എന്നുള്ളത്. അപ്പം നമ്മൾ തന്മാത്ര എന്തെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ പഠിക്കുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. തന്മാത്രയെക്കുറിച്ച് ആദ്യം പഠിക്കുക. തന്മാത്ര എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥം, ഇപ്പോൾ ഒരു പേന എടുത്തു കഴിഞ്ഞാൽ ഈ പേനയുടെ ഈ പേനയുടെ മഷി എടുത്ത് എക്സാമ്പിൾ പറയാം. മഷി എടുത്തു കഴിഞ്ഞാൽ ഈ മഷിയുടെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഷി നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പം ഇതിലെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ആറ്റം എന്ന് പറയുന്നത്. ഒരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയെ ആറ്റം എന്നും, അപ്പം ഈ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഗുണവും എല്ലാം അടങ്ങിയതിനെ തന്മാത്ര എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ അപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. H2O എന്ന് പറയുന്നു. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ആറ്റം, ഓക്സിജൻ എന്ന് പറയുന്നത് വേറൊരു ആറ്റം. അപ്പം ഹൈഡ്രജൻ്റെ ഏറ്റവും ചെറിയ കണികയെന്ന് പറയുന്നത് ആറ്റം എന്നും പറയും, ഓക്സിജൻ്റെ ഏറ്റവും ചെറിയ കണികയും ആറ്റം എന്ന് പറയും. എന്നാൽ H2O ആവുമ്പോൾ അത് ജലമായിട്ട് മാറും. ജലത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയെ നമ്മൾ തന്മാത്ര എന്നാണ് പറയുന്നത്. ഇതാണ് വ്യത്യാസം.
സോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പഞ്ചസാരയുടെ തന്മാത്രം നോക്ക് C12H22 ഓയിലോ. അപ്പം കാർബണിന്റെ ഏറ്റവും ചെറിയ കണികയെ ആറ്റം എന്ന് പറയും, ഹൈഡ്രജന്റെ ഏറ്റവും ചെറിയ കണികയെ ആറ്റം എന്ന് പറയും, ഓക്സിജന്റെ ഏറ്റവും ചെറിയ കണികയെ ആറ്റം എന്ന് പറയും. എന്നാൽ C12H22O11 ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പഞ്ചസാര. പഞ്ചസാരയുടെ ഏറ്റവും ചെറിയ കണിക എന്തെന്ന് ചോദിച്ചാൽ അത് തന്മാത്രയാണ്. എന്നാൽ അതിനകത്തുള്ള കാർബണിന്റെ ഏറ്റവും ചെറിയ തന്മാത്ര ചോദിച്ചാൽ അത് ആറ്റവുമാണ്. സോ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. എത്ര പേർക്ക് ഈ വ്യത്യാസം ഇങ്ങനെ കൃത്യമായിട്ട് അറിയാമെന്ന് എനിക്കറിയില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യവും പഠിക്കേണ്ടത്. അതുപോലെ രാസപരമായിട്ട് ഒരു തന്മാത്രയുടെ ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക ഏതെന്ന് ചോദിച്ചാൽ ആറ്റമാണ്. എന്നാൽ അതിന്റെ എല്ലാ സ്വഭാവഗുണങ്ങളോട് മടങ്ങിയ ഏറ്റവും ചെറിയ കണിക ഏതെന്ന് ചോദിച്ചാൽ തന്മാത്രയുമാണ്. സോ ഇതാണ്. പിന്നെ ഇത് കണ്ടുപിടിച്ചതാര്, ഇതിന്റെ അർത്ഥം എന്താണ്, ഏത് വേർഡിൽ നിന്ന് വന്നു, സോ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഗ്രന്ഥം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ആറ്റം സിദ്ധാന്തം കൃത്യമായിട്ട് ഫോളോ ചെയ്താണ് ഞാൻ പോയിരിക്കുന്നത്. ജോൺ ഡാൾട്ടൻ്റെതുണ്ട്, ജെ തോംസന്റെ ആറ്റം മാതൃക, അതുപോലെ തന്നെ ഇപ്പം സൗരയുധ മാതൃക, റൗദർഫോർഡിന്റെ സൗരയുധ മാതൃക, നീൽസ് ബോറിന്റെ ആറ്റം മാതൃക. ഇങ്ങനെ ഓരോരുത്തരെയും ഞാൻ കൃത്യവും വ്യക്തമാവും കൂടിയാണ് ഞാൻ പഠിക്കുന്നത്. കാരണം ഈ ഒരു പോർഷനിൽ നിന്ന് ഇനി ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും സോ എനിക്ക് ആൻസർ എഴുതാൻ പറ്റും, അത് ഏത് ലെവൽ എക്സാം ആയാലും. സോ അങ്ങനെയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ഞാൻ ചെയ്ത് നോക്കി. അത് 2-3 ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആക്കി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പോർഷൻ പഠിക്കുക. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന മോക്ക് ടെസ്റ്റ് എടുത്ത് വെച്ച് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ഇങ്ങനെ ABCD ഇങ്ങനെ എഴുതി അതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഇത്രയും മാർക്ക് ഞാൻ പഠിച്ചപ്പം എനിക്ക് 2-3 ക്വസ്റ്റ്യൻ മാത്രമേ തെറ്റിയിട്ടുള്ളായിരുന്നു. സോ ഇത്രയും മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ആ ഒരു 2-3 മാർക്കിൻ്റെ ആ പോർഷനും കൂടെ ഒന്നും കൂടെ കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഇതുപോലെ കൃത്യവും വ്യക്തവുമായിട്ട് ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ PSC പഠനം നമുക്ക് യൂസ്ഫുൾ ആവും. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിച്ചതൊന്നുമല്ല. ഈ ഒരു ടോപ്പിക്ക് 2-3 ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് 2-3 എക്സാമിന് ഞാൻ ഫോക്കസ് ചെയ്യും. എല്ലാവരും ഒരുപാട് എക്സാമിന് അപ്ലൈ ചെയ്യുമെങ്കിലും കമ്പനി ബോർഡ് LGS മാത്രമേ ഫോക്കസ് ചെയ്യുള്ളായിരിക്കും. സോ ആ ഒരു ലെവലിൽ പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ VFAക്കൊക്കെ പോയാൽ നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. അപ്പം ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടൈം എടുത്ത് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആകും. സോ ഇങ്ങനെ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു നോട്ട്ബുക്കാണ്. ഇതിൽ ഞാൻ ഒരുപാട് സബ്ജക്റ്റ്, ഇപ്പം ഞാൻ ഓരോ സബ്ജക്റ്റും തന്നെ ഡീപ്പായിട്ട് പഠിക്കണതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 സബ്ജക്റ്റിന് വേണ്ടി സെപ്പറേറ്റ് നോട്ട് എഴുതി വെച്ച് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസിൻ്റെ ടോപ്പിക്സ് എനിക്ക് കുറച്ചധികം പാടായതുകൊണ്ട് തന്നെ ആ ടോപ്പിക്സ് പഠിക്കാൻ ഞാൻ കുറച്ച് നോട്ടും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് പഠിച്ച നോട്ടിൻ്റെ കൂടെ കുറേ പോയിന്റ്സ് ആഡ് ചെയ്തേ പോകത്തുള്ളൂ. ഇതിൽ എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയായിരിക്കും. ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, ബയോളജി തുടങ്ങി എല്ലാ ടോപ്പിക്സും ഉൾപ്പെടുത്തിയാണ് ഈ നോട്ടിലൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് നോട്ട്, അതുപോലെ SCRTക്ക് സെപ്പറേറ്റ് നോട്ട്. നമ്മൾ ഈ വർഷം കുറച്ചധികം കഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ ആദ്യം വെച്ച മോട്ടീവിലൊന്നാണ്. നമ്മളിപ്പം ഒരു വിഷൻ ബോർഡ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷൻ ബോർഡിന് ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് കുറച്ചധികം പഠനത്തിന് വേണ്ടി ടൈം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് പറ്റാത്തവരാണെങ്കിൽ പോലും കിട്ടുന്ന ടൈം പഠിക്കുമെന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ എല്ലാ കാര്യവും നമുക്ക് വേണം. അതിൻ്റെ കൂടി നമ്മളെ തന്നെ കുറച്ചും കൂടി ഇപ്പം നമ്മളെ ബ്യൂട്ടിക്കായാലും ഇപ്പം നമുക്ക് ഇപ്പം വെയിറ്റ് ലോസോ അങ്ങനെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കായാലും നമ്മളെ തന്നെ സ്നേഹിക്കുക. നമുക്ക് പറ്റുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ചുറ്റും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. സോ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ടൈം ചെലവാക്കുകയോ ചെയ്യുന്ന സമയം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് തന്നെ നമ്മളോട് റിഗ്രറ്റ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരാം. സോ മറ്റുള്ളവർക്ക് ഇപ്പം നമ്മൾ ഈ വർഷം കഷ്ടപ്പെട്ട് കുറച്ച് പരാതിയൊക്കെ കേൾക്കേണ്ടി വരും ആരുടെ ഭാഗത്തുനിന്നായാലും. അതൊക്കെ കുറച്ചൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന അടുത്ത വർഷം നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവരും നമ്മുടെ പ്രയോറിറ്റിക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ കഴിയും. സോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനും ഇപ്പം ഈ ഒരു PSC പഠനം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻസി നിലനിർത്തുക. താങ്ക് യു സോ മച്ച്.